കർത്താവേ, ഈ ഭവനത്തെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികമല്ല അവിടെ നിന്നും ഇവരെ കാത്തോളമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്ന അന്തർ നടക്കിരുന്ന ആലോചിച്ചത് കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സകലത്തിന്റെയും നാഥാങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാളെ രക്ഷിക്കുന്നവനും നിത്യപരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങ് നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. വിശുദ്ധരിൽ സമ്പ്രദായ വസിക്കുന്ന പരിശുദ്ധനും സുദ്രകനും ബലവാനും അമർത്തനുമായ കർത്താവേ, കാരുണ്യത്തിൽ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിയിടും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കായുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെരിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരി പ്രധാനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സെക്കൻഡ്. കാരണം ഒരു വീട് ഇവിടെ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയ ദൈവത്തിന്റെ ഇടപെടലാണ്. ഈ നല്ല ഈ അടുത്തത് തന്നെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വീട് കിട്ടി, മനസ്സിഷ്ടപ്പെട്ട വീട് കിട്ടി എന്നുള്ള ദൈവത്തിന്റെ ദാനമാണ്. ഇപ്പൊ 2025 ഒരു വലിയ ഒരു സമ്മാനമായിട്ട് കൂട്ടാൻ പറ്റും. ഇതിനൊരു മാസം തോതിലൂടി കിട്ടുമ്പോൾ അപ്പൊ ഇതിന്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി സുഹൃത്തുക്കൾ കൂടിയുണ്ട്. കാരണം ആ സന്തോഷത്തിൽ പങ്കുവെച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് ആണ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ കൽപ്പന അനുസരിച്ച് ഉപവിയോടും ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ മുദ്രപ്പെടുന്ന ഈ ഭവനം എന്നും അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ,
ചെയ്തൊരു വചനം എത്രയും ദയുള്ള മാതാവേ വരുന്നു വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങളിൽ ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന് ബലഹൃദയവും മറിയത്തിന് വിമല ഹൃദയവും മാർ യോസേപ്പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേ സമർപ്പിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരത്തിന് ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ലവനായ ഈശോയെ, ഈ കുടുംബത്തെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവായ ഈശോയെ, ദിവ്യയെയും ഡീനെയും മക്കളെയും നിന്റെ കരങ്ങൾ പ്രത്യേകം ഏൽപ്പിക്കണം. കർത്താവായ ഈശോ, നീ ഇവരെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവ്, ഇവർക്ക് നൽകിയ ഈ ഭവനം നിന്റെ വലിയൊരു ദാനമാണല്ലോ. നിനക്ക് നന്ദി പറയും ഈശോയെ. ഈ ഭവനത്തിന് എപ്പോഴും ഉണ്ടാകണം. നിന്റെ കൃപാവരങ്ങൾ ഈ ഭവനം നിറയ്ക്കണം. നിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഈ കുടുംബത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഈശോയെ, ഇവരുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഈശോയെ, സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നിന്റെ മഹത്വമാണ് അവിടെ ഉണ്ടാകുന്നത്. കൂട്ടുകാർ ഒരുമിച്ച് വസിക്കുന്ന എത്രയോ ആനന്ദപ്രദമാണ് എന്ന സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ഈശോയെ, നിന്റെ കൃപ, നിന്റെ ദാനം എല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ എപ്പോഴും സ്തുതിജീവിക്കണം. കൃപ എല്ലാം അനുഗ്രഹിക്കണമേ. ഈശോ, ഇവിടെയുള്ള മക്കളെല്ലാം നിരകളിൽ പ്രത്യേകം ഏൽപ്പിക്കുകയാണ്. നിന്നെപ്പോഴും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യനും പ്രകൃതിയിലും മക്കളെല്ലാം നീ വളർത്തണം. പഠിക്കണം, ബുദ്ധിയും ശക്തിയും നൽകണം. മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി കുടുംബത്തിനും സമൂഹത്തിന് അഭിമാന പാത്രങ്ങളെ മക്കളെല്ലാം നീ വളർത്തണം. ഈശോയെ, ഇവിടെ കരങ്ങൾ പിടിച്ചോണ്ട് നീ എപ്പോഴും നേർവഴികളിൽ നയിക്കണം. സ്നേഹം വളർത്തിയത് അതുപോലെ തങ്ങളുടെ മക്കളെ വളർത്തുന്ന കൃപ നൽകി മാതാപിതാക്കളെല്ലാം നീ അനുഗ്രഹിക്കണം. കൃപാവരങ്ങളെ നിലനിൽക്കണം. ആരോഗ്യം ആയുസ് നൽകി നീ അനുഗ്രഹിക്കണം. ഞാൻ പ്രാർത്ഥന ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഈ കുടുംബത്തെ, ദിവ്യയെയും ദീനെയും മക്കളെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Congratulations. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ,
മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.